ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, ഇവിടെ നവകേരള സദസ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. സാർ, ഇവിടെ നിയമസഭയിൽ ഞങ്ങൾ ചോദ്യം ചോദിച്ചു നവകേരള സദസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി. സാർ, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ വിവരാവകാശത്തിന് കത്ത് കൊടുത്തു. സാർ, വിവരാവകാശത്തിൽ നിന്ന് അവർ തന്ന ഒരു മറുപടിയുണ്ട്. സാർ, നവകേരള സദസ്സിന് മുമ്പായി മേൽപ്പടി പരിപാടിക്ക് ചെലവഴിക്കേണ്ട തുകയെ സംബന്ധിച്ച് ബജറ്റ് തയ്യാറാക്കിയിരുന്നു. ഉത്തരം ഇല്ല. സാർ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട തുക കൈകാര്യം ചെയ്തത്, അതിനെക്കുറിച്ചൊരു ചോദ്യം. സാർ, നവകേരള സദസ്സുമായി തുക കൈകാര്യം ചെയ്തത് നവകേരള സദസ്സിന് വേണ്ടി രൂപീകരിച്ച ഫിനാൻസ് കമ്മിറ്റി എന്ന സ്വതന്ത്ര ബോഡിയാണ്. ഈ കാര്യാലയത്തിൽ അതിൻ്റെ ഒരു വിവരവുമില്ല. സാർ, എന്ത് നവകേരള സദസ്സാണ് സാർ? ഈ കാര്യം ഇത് മന്ത്രിമാർ മറുപടി തരയില്ല. അതേസമയം ഞങ്ങൾ വിവരാവകാശം അനുസരിച്ച് ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണ്. സാർ, ഇത് മാത്രമല്ല സാർ, 5, 6, 7, 4, 5, 6 ചോദ്യത്തിന് ഇതേ മറുപടി തന്നെയാണ്. സാർ, നവകേരള സദസ്സിന് മുമ്പായി മേൽപ്പടി പരിപാടിക്ക് ചെലവഴിക്കേണ്ട തുകയെ സംബന്ധിച്ച് ബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ? സാർ, അപ്പോഴും മറുപടി ഇതാ. നവകേരള സദസ്സിന് ചെലവഴിച്ച തുക എത്രയാണ് എന്ന് വിശദമായി പറയാമോ? അപ്പോഴും പറയുന്നത് പ്രത്യേക സ്വതന്ത്ര ബോഡിയുണ്ട് എന്നാണ്. ചെലവഴിച്ച തുകയുടെ ഉറവിടം, ആ സോഴ്സ് ഇനം തിരിച്ച് ചെലവ് വിവരങ്ങൾ ലഭ്യമാക്കാമോ? സാർ, അപ്പോഴും പറയുന്നത് അതിനൊരു സ്വതന്ത്ര ബോഡി അവിടെ പ്രവർത്തിക്കുകയാണെന്ന്. സാർ, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ സംഭാവനകൾ അല്ലെങ്കിൽ പിരിവുകൾ ലഭ്യമായിട്ടുണ്ടോ? അതും സ്വതന്ത്ര ബോഡിയാണ് കൈകാര്യം ചെയ്യുന്നത്. സാർ, നവകേരള സദസ്സിൻ്റെ ചെലവുകൾക്കായി ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും വിഹിതം ലഭിച്ചിരുന്ന വിവരമുണ്ടോ? ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥാപനങ്ങളുടെയും അത് പേരും വിവരവും പറയാം. അപ്പോഴും പറയുന്നത് അതൊരു സ്വതന്ത്ര ബോഡിയാണ് ചെയ്യുന്നത്, അതിൻ്റെ വിവരം ഞങ്ങൾക്ക് ലഭ്യമല്ല എന്നാണ് പറയുന്നത്. സാർ, ഇതെന്ത് നവകേരള? സാർ, ഇത് ചെലവില്ല, ഇത് ഒരു കണക്ക് വേണ്ടേ? നിങ്ങൾ പിരിക്കുകയാണ്. ആരെക്കൊണ്ട്? വില്ലേജ് ഓഫീസറെ കൊണ്ട്, SI കൊണ്ട്, DYSP കൊണ്ട്, GSTയിലെ ആളുകളെ, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, അവരെ കൊണ്ട് നിരത്തി പിരിപ്പിക്കുകയാണ്. എന്നിട്ട് ഉത്തരം ചോദിക്കുമ്പോൾ അതൊരു സ്വതന്ത്ര രൂപത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ കണക്ക് ഞങ്ങളുടെ കൈവശം ഇല്ല എന്ന് പറഞ്ഞാൽ സാർ, പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്താ? സാർ, ഈ സംസ്ഥാനത്തെ ഈ ഗവൺമെൻറ്റിന് അക്കൗണ്ടബിലിറ്റി വേണ്ടേ? ഇവിടെ നമുക്കൊരു ബജറ്റിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലൊരു വലിയ വേള നടത്തിയിട്ട് അത് മന്ത്രിസഭയാണ് പോകുന്നത് എന്നാ പറഞ്ഞത്. മുഖ്യമന്ത്രി അടക്കം ബസ്സിൽ കയറി മന്ത്രിസഭ മൊത്തം ജനങ്ങളെ കാണാൻ പോയി. അങ്ങനെ മന്ത്രിസഭ പോയതിനു വേണ്ടിയുള്ള പിരിവ് നടത്തിയത്. സാർ, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ബജറ്റിന് എന്ത് വിലയാണ് ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നത്? സാർ, ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചൊന്നും ദയവായിട്ട് ഈ ഉള്ളതെന്തിനെ ഇല്ലാതാക്കുന്നത്? സാർ, ഇവിടെ പെട്രോൾ ഡീസൽ സെസ്, അതിനെക്കുറിച്ച് ഈ ബജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? സാർ, ബജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? പോയിന്റ് എൻ്റെ സമയം കളയാതിരുന്നത് അങ്ങ് എത്ര വേണമെന്ന് ചോദിച്ചോ. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് രേഖയിൽ ഉണ്ടാവുന്നത് ശരിയല്ല. കാരണം അദ്ദേഹത്തിന് എന്ത് കാര്യവും കണക്ക് വെച്ച് ചോദിക്കും. ആയിക്കോട്ടെ സാർ, അത് ഒരിക്കലും ഏതായാലും എന്റെ സമയം പോകരുത്. ഇന്നത്തെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആ പരാമർശം പിൻവലിക്കണം. ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയറിനെതിരായി പറഞ്ഞ വാചകം ഉണ്ടാവില്ല, അത് പിൻവലിക്കണം. പ്ലീസ് ചെയറിനെതിരായി പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം. ആ വാക്കത്തെ പിൻവലിക്കണം. മാപ്പ് പറയണം. പ്ലീസ് ഇരിക്കൂ. അദ്ദേഹം വളരെ സീനിയർ മെമ്പറാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ജനാധിപത്യ വിരുദ്ധമാണ്. അദ്ദേഹം പിൻവലിക്കും. സാർ, ഞാൻ പറഞ്ഞിട്ടുള്ള വളരെ കൃത്യമാണ്.
ഞാൻ പറഞ്ഞത് എന്താണെന്ന് അങ്ങ് രേഖ എടുത്തു നോക്ക്. ആ രേഖയിൽ വരട്ടെ, എനിക്കൂടെ ബോധ്യപ്പെടട്ടെ. എനിക്ക് ബോധ്യപ്പെട്ട് അൺപാർലമെന്ററി ആണെങ്കിൽ ഞാൻ പിൻവലിക്കും, ഒരു സംശയമില്ല. പക്ഷെ എന്നെ കൂടെ ബോധ്യപ്പെടുത്തണം. സാർ ഇവിടെ സാർ ഇവിടെ ഈ കാണുന്നത് എന്താ? ഇങ്ങനെ എങ്ങനെ ആളുകൾക്ക് സംസാരിക്കാൻ പറ്റും? ഇങ്ങനെ എങ്ങനെ സംസാരിക്കാൻ പറ്റും? അങ്ങ് ഇല്ല, ചെയറിനെതിരായി പറഞ്ഞുള്ള വാക്ക് രേഖ ഉണ്ടാവില്ല, അങ്ങ് പിൻവലിക്കണം. രേഖ അങ്ങ് രേഖയെടുത്തോ? ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ റെക്കോർഡ് ചെയ്തില്ലേ? അവിടെ ടേപ്പില്ലേ? ആ രേഖയെടുത്തോ? ആ രേഖയ്ക്കകത്ത് ഞാൻ അൺപാർലമെന്ററി ആയിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കും. സാർ 10-35 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളാണ്. ഞാനൊരു വാക്കും പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ അൺപാർലമെന്ററി ആയ കാര്യം പറയാറുമില്ല. പക്ഷേ ഞാൻ എന്റെ സമയം കളയുന്നതിന് വേണ്ടിയുള്ള നമ്പറാണ്. ആ നമ്പറിൽ ദയവായിട്ട് അങ്ങ് അതിൽ നീതി കാണിക്കും എന്നെനിക്കറിയാം. അങ്ങ് അതുകൊണ്ട് എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട സമയം കൂടി തരണം, അത്രയേ ഉള്ളൂ. സാർ ഇവിടെ പെട്രോൾ ഡീസൽ സെസ് സാർ പ്രതീക്ഷിച്ച 750 കോടി, കിട്ടിയത് എത്രയാ? 600 കോടി. മദ്യത്തിൻ്റെ സെസ് പ്രതീക്ഷിച്ചത് 400 കോടി. 2021 നവംബർ വരെ കിട്ടിയത് 139 കോടി. അങ്ങയുടെ ഉത്തരവാണ്. അങ്ങ് നിയമസഭയിൽ കൊടുത്ത ചോദ്യത്തിലുള്ള ഉത്തരമാണ്. സാർ രണ്ടാമത്തെ കാര്യം, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകൾ 200 കോടി രൂപയുടെ പദ്ധതിയാണ്. 20 കോടി ബജറ്റിൽ വകയിരുത്തി. സാർ ഒരു പൈസ പോലും ചെലവഴിച്ചിട്ടില്ല. അങ്ങ് തന്ന ഉത്തരവാണ് എൻ്റെ കയ്യിലുണ്ട്. സാർ ഇതോടൊക്കെ തന്നെ ക്ഷേമനിധി പെൻഷൻ, അതിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. സാർ മുടങ്ങിയിട്ട് ഇവിടെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 1 കൊല്ലമായി. അവരവിടെ നനഞ്ഞ് ഇനിയിപ്പോൾ കുഴപ്പത്തിലിട്ടിട്ട് പോവുകയാണ്. സാർ അടുത്തത് ഇ-വേ ബില്ല്. സംസ്ഥാനത്തെ ബിസിനസ് ആവശ്യത്തിലുള്ള ആഭ്യന്തര സ്വർണ്ണ ഇടപാടുകളുടെ കൈമാറ്റത്തിന് ഇ-വേ ബിൽ നടപ്പാക്കാൻ GST കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെ അത് നടപ്പാക്കിയില്ല. സാർ കാരണം എന്താണ്? സാർ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് അങ്ങ് നിയമസഭയിൽ തന്ന ഉത്തരവാണ്. ഇതൊന്നും എന്നോട് ചോദ്യം ചെയ്യരുത്. സാർ അടുത്തത് പ്രവാസിയുടെ പദ്ധതികൾ. സാർ ഒന്നും ഫലം കണ്ടില്ലല്ലോ. മടങ്ങി വന്ന പ്രവാസികൾക്കും മരണമടഞ്ഞ പ്രവാസികളുടെ ആശ്രിതർക്കുമായി ആവിഷ്കരിച്ച സ്വാതന്ത്ര്യം പദ്ധതി സാർ ബജറ്റിൽ മാറ്റിവെച്ചത് 33 കോടി, ചെലവഴിച്ചത് 13 കോടി. സാർ അത് അങ്ങ് തന്ന ഉത്തരമാണ്, അങ്ങയുടെ നിയമസഭാ ഉത്തരത്തിൽപ്പെട്ടതാണ്. സാർ പ്രവാസി പുനരധിവാസം വകയിരുത്തിയത് 25 കോടി, ചെലവഴിച്ചത് 17 കോടി. സാർ അങ്ങ് തന്നിട്ടുള്ള നിയമസഭയിൽ തന്ന ഉത്തരമാണ്. സാർ ഇതൊക്കെ സംസാരിക്കുന്ന രേഖകളാണ്. സാർ ഇവിടെ പൊതുജനാരോഗ്യത്തെക്കുറിച്ച് വളരെ ഉയർത്തി പറയുന്നത് കേട്ടു. സാർ പൊതുജനാരോഗ്യം കഴിഞ്ഞ ബജറ്റിൽ 2828.33 കോടി രൂപ വകയിരുത്തി. സാർ ഈ വർഷം ആ പരിപാടിക്ക് അതിനുവേണ്ടി 2052.23 കോടി രൂപ മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ. ആരോഗ്യവകുപ്പ് അവരുടെ നീതി കാണിച്ചോ? ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യാതിരിക്കുന്നതിന് എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? കാശ് കൊടുക്കുന്നില്ല. ഇപ്പം ഫ്രിഡ്ജും ഇല്ല, പഞ്ഞിയില്ല. എന്തെങ്കിലും വേണമെന്ന് വരികിൽ നാട്ടുകാരിതെല്ലാം മേടിച്ചു കൊണ്ട് പോകണം. അവസാനം വന്ന് എന്ത് ചെയ്യും? ഓപ്പറേഷൻ നടന്നത് ഡോക്ടർക്ക് സത്യം പറഞ്ഞ പാൻഷൻ ഷർട്ട് പോലും രോഗി മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം മാറുകയാണ്. സാർ ഈ വർഷം പ്രഖ്യാപിച്ച ഈ തുക ഇപ്പോഴെത്രയാ? 776.10 കോടി ഈ ബജറ്റിനകത്ത് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പിന്. അങ്ങ് നൽകിയ മറുപടിക്കകത്തുള്ളത് ആരോഗ്യവകുപ്പിലെ വിവിധ പദ്ധതികൾക്കുള്ള ആകെ കുടിശ്ശിക സാർ 1356 കോടി രൂപ കുടിശ്ശികയാണ്. കാരുണ്യ സുരക്ഷാ പദ്ധതി 1129 കോടി, കാരുണ്യ ബെനവലന്റ് ഫണ്ട് 190 കോടി, ആരോഗ്യകരണം 14 കോടി, അമ്മയും കുഞ്ഞും 7.11 കോടി. എല്ലാം കടത്തി കിടക്കുകയാണ്. സാർ പിന്നെ എന്ത് ഭരണം നടക്കുന്നതാണ് പറയുന്നത്? സാർ എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? ഇത് നാട്ടുകാർക്ക് വേണ്ടിയുള്ളതല്ലേ? അധികം കേരളത്തിലെ മുഴുവൻ ആളുകളും ഏതാണ്ട് നല്ല ആരോഗ്യവാന്മാരായി ഇരിക്കുന്നത് കൊണ്ടാണോ? അവർക്കെല്ലാം നല്ല ഉറച്ച ശാരീരിക ഘടനയുള്ളത് കൊണ്ടാണോ ഇതെല്ലാം വെട്ടിക്കുറച്ചല്ലോ? അതിനെക്കുറിച്ച് പരാതി പറഞ്ഞാൽ അത് കേൾക്കുന്നില്ലല്ലോ. സാർ ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ കുറ്റമാണ് എന്ന് പറയാൻ പറ്റുമോ? സാർ എൻ്റെ സമയം ദയവായിട്ട് അവിടെ അങ്ങ് വെട്ടിക്കുറക്കരുത്. സാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ചെലവ് 2024 ജനുവരി വരെ സാർ 33% മാത്രമല്ലേ ചെലവഴിച്ചിട്ടുള്ളൂ. സാർ കോർപ്പറേഷൻ 24.34%,
മുനിസിപ്പാലിറ്റി 30.09%, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് 33.68%, ബ്ലോക്ക് പഞ്ചായത്ത് 37.65%, ഗ്രാമപഞ്ചായത്ത് 36%. സാർ, ഇതെല്ലാം UDF ഭരിക്കുന്ന പഞ്ചായത്താണോ? അങ്ങയുടെ പഞ്ചായത്തിൽ പോലും ചെലവിടാൻ പറ്റിയിട്ടില്ലല്ലോ, അവർക്ക് പോലും ചെലവിടാൻ പറ്റിയിട്ടില്ലല്ലോ. ഇതെല്ലാം ഞാൻ പറഞ്ഞത് കേരളത്തെ മുക്കിക്കൊല്ലുകയാണ്, കേരളത്തെ തകർക്കുകയാണ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തെ തകർക്കുകയാണ്. വികസനത്തെ പറ്റി ഒരു വാക്കൂടെ പറയട്ടെ സാർ. അങ്ങയുടെ പരാതി തന്നെ എനിക്കുള്ളത്. ഇവിടെ പറഞ്ഞ അതേ വാക്കുകൾ എനിക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ അങ്ങയോട് എല്ലാ മതിപ്പും കാണിക്കുകയും ചെയ്യാണ്. സാർ, വികസന പ്രവർത്തനത്തിന് എന്റെ നിയോജക മണ്ഡലത്തിൽ നിന്ന് അങ്ങ് ഇപ്രാവശ്യവും 20 പാർക്കുകൾ അവിടെ എഴുതി മേടിച്ചു. സാർ, 20 വർക്കിനായിട്ട് അങ്ങ് 2000 രൂപ തന്നിട്ടുണ്ട്. 20 വർക്കിനായിട്ട് 2000 രൂപ, അത് കണക്ക് കൃത്യമാണ്. 2000 രൂപ ഒരു വർക്കിന് മാത്രം അങ്ങ് ഒരു 5 കോടി രൂപ. സാർ, 58 കോടി രൂപ ചെലവ് വരുന്ന ഒരു മിനിറ്റ് സാർ, നിയോജകമണ്ഡലത്തിലെ കാര്യമല്ലേ? നിയോജകമണ്ഡലത്തിലെ കാര്യമല്ലേ? നിങ്ങൾ എല്ലാവരോടും പറയണ്ട, 58 കോടി രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതിക്ക് സാർ 5 കോടി രൂപ വെച്ചാൽ അതിന് AS കൊടുക്കാൻ പറ്റുമോ? ചോദിച്ചാൽ 5 തന്നില്ലേ? 5 കോടി ചെറിയതാണോ എന്നൊക്കെ വേണമെങ്കിൽ തിരിച്ചിങ്ങോട്ട് ചോദിക്കാം. പക്ഷെ അതിന് AS പോലും കൊടുക്കാൻ പറ്റുമോ സാർ? അപ്പൊ AS പോലും തരാതെ 20 പദ്ധതികളും മുക്കിക്കൊന്നതിന്റെ ഉത്തരവാദിത്തം ഞാൻ അങ്ങയിൽ ആരോപിക്കുന്നില്ല. കാരണം അങ്ങയുടെ ഓഫീസിൽ ഇത് ചെയ്യുന്ന ആളുകളുണ്ട്, അവർ പ്രത്യേകമായി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സാർ, ഇതുപോലുള്ള നടപടികളെ എതിർക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ബജറ്റിനെ എതിർക്കുകയാണ്. ഈ ബജറ്റിനകത്ത് പോസിറ്റീവായിട്ടൊന്നും കാണുന്നില്ല.